നമസ്കാരം. ഇന്നിപ്പം രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണിത്. അർജുന്റെ കുടുംബം നൽകിയിട്ടുള്ള പരാതിയിൽ മനാഫിനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കാരണം അർജുന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യവും ആര് ചെയ്തിട്ടില്ല, മനാഫ് ചെയ്തിട്ടില്ല. അതിനുള്ള തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് തന്നെ അയാളെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പൊ സാക്ഷിയാക്കിയേക്കാണ്. ഇതിങ്ങനെ വരുള്ളൂ നമുക്ക് അറിയാമായിരുന്നു. കാരണം എങ്ങും മനാഫ് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യവും സംസാരിച്ചതായിട്ട് നമുക്ക് അറിവില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. വാർത്തകളിലൊക്കെ തന്നെ അയാൾ വന്നിരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ആ സംസാരത്തിൽ ഒന്നും തന്നെ അർജുന്റെ കുടുംബത്തെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു കാര്യവും അയാൾ ചെയ്തിട്ടില്ല. അതുകൂടാതെ തന്നെ അർജുന്റെ കുടുംബത്തെ സൈബർ ബുള്ളിങ് ചെയ്യരുതെന്നാണ് അയാൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അയാൾക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? പക്ഷേ ഈ വാർത്ത വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതും കൂടി ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കാണിച്ചിട്ട് ബാക്കി സംസാരിക്കാം. അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി. അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളിലെ അപകീർത്തിപരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ കുടുംബം ഇപ്പോൾ പറഞ്ഞത് അവർ ഒരു മൊഴിയും മനാഫിനെതിരെ കൊടുത്തിട്ടില്ല, മനാഫിനെതിരെ വ്യക്തിപരമായി അവർക്ക് പരാതിയുമില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല യൂട്യൂബ് ചാനലിലും അപകീർത്തിപരമായി ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഇനിയിപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് മനാഫ് ഒഴിവാകും അല്ലേ? ഈ വാർത്തയിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അർജുന്റെ കുടുംബം മനാഫിനെതിരെയല്ല പരാതി നൽകിയത്, മറിച്ച് സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ്. മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ അടിയിലൊക്കെ വന്നിട്ടുള്ള കമന്റുകളും അതിനെ ചൊല്ലിയുള്ള സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ്. അത് നിയന്ത്രിക്കണം, അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് അർജുന്റെ സഹോദരി പരാതി നൽകിയത്. പക്ഷേ ഇന്നലെയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്ത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അർജുന്റെ സഹോദരി മനാഫിനെതിരെ നൽകിയ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തു. സൈബർ ബുള്ളിങ് എന്നുള്ള വാക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയതേ ഉള്ളൂ. അപ്പൊ ഇന്നലെ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിലൂടെ നമ്മളെല്ലാവരും എന്ത് ചെയ്തു? അർജുന്റെ കുടുംബത്തെയാണ് തെറ്റിദ്ധരിക്കുന്നത്. അർജുന്റെ കുടുംബം മനാഫിനെതിരെ പരാതി നൽകി, അർജുന്റെ കുടുംബം മനാഫിനെതിരെ പരാതി നൽകി. ഇന്നിപ്പോ അർജുന്റെ സഹോദരി പറയുന്നുണ്ട് മനാഫിനെതിരെ എങ്ങും തന്നെ പരാതി നൽകിയിട്ടില്ല, മനാഫ് തെറ്റ് ചെയ്തതായിട്ടും എങ്ങും തന്നെ പറയുന്നില്ല. മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകളെ കുറിച്ചാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അത് വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ പരത്തിയത് ആരാണ്? മാധ്യമങ്ങളാണ്. ഇന്നിപ്പോ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ എന്താണ് അർജുന്റെ സഹോദരി നൽകിയത്, അല്ലെങ്കിൽ അർജുന്റെ കുടുംബം മനാഫിനെതിരെ നൽകിയ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തു, അയാൾ പ്രതിയാണെന്ന് തെളിഞ്ഞു, ഇങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്തുള്ളായിരുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെയൊക്കെ പുറകിൽ വ്യക്തമായിട്ടുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ്. മനാഫിനെ ഹീറോ ആക്കി മാറ്റിയിട്ട് മനാഫിനെ ഒരു സുപ്രഭാതത്തിൽ വില്ലനാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ്. പിന്നെ അതിന്റെ പുറകിൽ കളിച്ചിട്ടുള്ള പേരറിയാത്ത വ്യക്തമല്ലാത്ത ആൾക്കാരും. അത് ചിലപ്പോൾ സംഘടനകളാകാം, പാർട്ടിക്കാരാകാം, ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. രണ്ട് വിഭാഗത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏത് വിഭാഗമാണെങ്കിലും ഇതിന്റെ പുറകിൽ കൃത്യമായിട്ടുള്ള കളികൾ നടന്നിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തെയും മനാഫിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുക, അവിടെ തെറ്റിദ്ധാരണ പരത്തുക, ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുക. അതിനിടയിൽ ഈ മനാഫിനെതിരെ വേറെ ഒരു കേസും കൂടി കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏതോ മില്ലുടമയുടെ മില്ല് അനധികൃതമായിട്ട് അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ മാക്സിമം മനാഫിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾ ചെയ്തു. പക്ഷെ നടന്നില്ല. അയാൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം, അയാൾക്കെതിരെ തെളിവില്ലാത്തിടത്തോളം കാലം എത്ര ആടിനെ പട്ടിയാക്കാൻ നോക്കിക്കഴിഞ്ഞാലും പട്ടിയാവത്തില്ലെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇതൊന്നും കാണാതെ, മനസ്സിലാക്കാതെ, തിരിച്ചറിയാതെ ചില ആൾക്കാര്, തിരിച്ചറിവില്ലാത്ത ചില ആൾക്കാര് ചുമ്മാ സൈബർ ബുള്ളിങ് നടത്തുകയാണ്. മനാഫിന് നേരെ സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു. മനാഫ് ഭയങ്കര ഭീകര സംഘടനയുടെ ആളാണല്ലോ, ഭീകരവാദിയാണല്ലോ, തീവ്രവാദിയാണല്ലോ. അതുകൂടാതെ തന്നെ അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ബുള്ളിങ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങളിലൊന്നും തന്നെ നമ്മൾ ചെന്ന് വീഴാതെ ഇരിക്കുക. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ട് അവരുടെ താല്പര്യാർത്ഥം ഇങ്ങനത്തെ പല വാർത്തകളും അവർ പടച്ചുണ്ടാക്കി വിടും. അവർ തന്നെ ഹീറോസിനെ ക്രിയേറ്റ് ചെയ്യും, അവർ തന്നെ പിന്നെ അവരെ വില്ലന്മാരാക്കും. ഇവരൊക്കെ തന്നെയാണ് ഹീറോസിനെ വില്ലൻസിനെ ഒക്കെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളൊക്കെ പരത്തുന്നത്.
ഇനിയിപ്പം നാളെ ഇനി വേറെ ഏത് രീതിയിലാണോ മനാഫിനെതിരെ വാർത്ത വരാൻ വേണ്ടി പോകുന്നത്. കാരണം മനാഫിനെ കുറച്ചും കൂടി നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചെങ്കിൽ അല്ലേ ഇനിയും കൂടെ റേറ്റിംഗ് മുന്നോട്ട് പോകത്തുള്ളൂ. മനാഫ് എന്ന് ഹീറോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ റേറ്റിംഗ് മുന്നോട്ട് പോകത്തില്ലല്ലോ. ഇനി അയാൾക്കെതിരെ വേറെ ആരോപണവുമായിട്ട് ആ ആരോപണങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം അർജുന്റെ കുടുംബവും മനാഫും തമ്മിലുള്ള ഇഷ്യൂ ജസ്റ്റ് ഒന്ന് സോൾവ് ആകാറൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇനി കൂടുതൽ അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിക്കും. അപ്പൊ മനാഫിനെ ഹീറോ ആയിട്ട് കാണുന്നവര്, മനാഫിനോട് സ്നേഹമുള്ള ആൾക്കാർ ദയവ് ചെയ്ത് അർജുന്റെ കുടുംബത്തെ ചെന്ന് സൈബർ ബുള്ളിങ് ചെയ്യാതെ ഇരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദോഷമുണ്ടാകുന്നത് മനാഫിനായിരിക്കും. കാരണം മനാഫ് കാരണമാണ് അങ്ങനെ ഒരു സൈബർ ബുള്ളിങ് നടന്നത് എന്നുള്ള രീതിയിൽ അത് വരത്തുള്ളൂ, അല്ലെങ്കിൽ വരുത്തി തീർക്കത്തുള്ളൂ. ഒരു നഷ്ടം സംഭവിച്ചൊരു കുടുംബമാണ്. ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. ആരെങ്കിലുമൊക്കെ പുറകെ നിന്ന് കളിച്ചാൽ മതി. മനാഫാണ് ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത്, മനാഫ് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുവാണെന്ന് ആരെങ്കിലും ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വിഷമം എന്തുമായിരിക്കും? ആ വിഷമത്തിന്റെ പുറത്ത് അവർ ഉറപ്പായിട്ടും ആക്ട് ചെയ്യും. അതിപ്പോ അർജുന്റെ സഹോദരി ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെ അതിനെ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അവരുടെ സാഹചര്യം അതാണ്. അപ്പൊ അവരെ ആ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട ആൾക്കാരെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി. അവരെ വേണം സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടി. അവർക്കെതിരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കേണ്ടത്. ഈ വിഷയത്തിന്റെ പുറകില് ഗൂഢലക്ഷ്യവുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേരള പോലീസ് തയ്യാറാകേണ്ടത്. ഇതിപ്പോ ഈ വിഷയത്തിന്റെ കാര്യം മാത്രമല്ല, ഒരു ഹിന്ദു മുസ്ലിമും ഇൻവോൾവ് ആയിട്ടുള്ള വിഷയങ്ങളുടെ ഒക്കെ പുറകില് ഇങ്ങനത്തെ പല ഗൂഢശക്തികളും കിടന്ന് കളിക്കുന്നുണ്ട്. കേരളത്തിലെ മിക്ക വാർത്തകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി, ഹിന്ദു മുസ്ലിങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ള എന്ത് വാർത്ത എടുത്തു നോക്കിക്കഴിഞ്ഞാലും, എന്ത് പ്രശ്നം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ വ്യക്തമായിട്ട് അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗൂഢശക്തിയുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ്. ഇവിടെ ഒരു കമ്മ്യൂണൽ വയലൻസ് സൃഷ്ടിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന അന്തരീക്ഷത്തെ ഇല്ലാതെയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ആരാണ്? നമ്മൾ പ്രേക്ഷകരാണ്. നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പല അജണ്ടകളും ഉപയോഗിക്കും, പല കാര്യങ്ങളും ഉപയോഗിക്കും. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ തലയിൽ എടുത്ത് വെക്കാതെ ഇരിക്കുക, അത് വെച്ച് നമ്മൾ പ്രവർത്തിക്കാതെ ഇരിക്കുക. ഇപ്പൊ മനാഫിന്റെ കേസ് എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്. എളുപ്പത്തിൽ ആരെയും ഹീറോ ആക്കാനും അതേ വേഗതയിൽ തന്നെ വില്ലന്മാരാക്കാനും നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഗൂഢശക്തികൾക്കെതിരെ നമ്മൾ ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ ആ ശക്തികളുടെയൊക്കെ അവരെന്താണോ വിചാരിച്ചേക്കുന്നത്, അവരെന്ത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, ആ ലക്ഷ്യം ഇല്ലാതെയാക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ.